ബഹുമാനപ്പെട്ട ദാസേട്ടൻ, ദ്വാരക ഉണ്ണിയേട്ടൻ, മറ്റു വിശിഷ്ട വ്യക്തികളെ, സംഗതി വന്ന് കുടുങ്ങിയോ എന്ന് തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും. വെറും പ്രസംഗവും അല്ലേ, കുറേ കാര്യങ്ങൾ വെറും 90 ഐഡിയ ഫാക്ടറൊക്കെ പറയുന്നെങ്കിൽ കുറേ നേരം. എന്തായാലും പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇന്നും ചെയ്യുന്നതെങ്കിൽ ഇന്നലെ കിട്ടിയ റിസൾട്ട് തന്നെ എന്നും കിട്ടുള്ളൂ. അതിന് പ്രത്യേകിച്ച് വലിയ റോക്കറ്റ് സയൻസും ബുദ്ധിയൊന്നും വേണ്ട. എന്തെങ്കിലുമൊക്കെ പുതിയത് ചെയ്യാനും പഠിക്കാനും മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനുമാണ് അതിന് താല്പര്യം ഉണ്ടായത് കൊണ്ടാണ് ഏറ്റവും മഞ്ചേരിയിലെ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലെ ക്രീമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള 50 പേര് വന്നിട്ടുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്, സംശയമൊന്നുമില്ല. നമുക്ക് 50 പേര് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 63ഓളം പേരുകൾ ഓൾറെഡി റെഡിയായി വന്നു. 13 പേരെ നമ്മൾ തിരിച്ചയച്ചു. നമ്മൾ ഉദ്ദേശിച്ച റേഞ്ചിലേക്ക് ക്വാളിറ്റി വൈസ് എത്തിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ സ്നേഹത്തോടെ തിരിച്ചയച്ചു എന്നുള്ളത് സത്യം. എന്തായാലും 1-2 കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള നമ്മൾ ഐഡിയ ഫാക്ടറിയുടെ വിഷനും മിഷനും പറയുന്നത് കാപട്യമില്ലാത്തൊരു സൗഹൃദ സാഗരം സൃഷ്ടിക്കുക. രണ്ടാമത്തത് ചിന്തകൾക്കതീതമായ ആശയങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ ആകെ തുക ഇത് തന്നെയാണ്, കാപട്യമില്ലാത്തൊരു സൗഹൃദ സാഗരം സൃഷ്ടിക്കുക, ചിന്തകൾക്കതീതമായ ഒരു ആശയങ്ങൾ കിട്ടുക. നമുക്ക് ഇത്രയും കാലം നമ്മളെ ബുദ്ധിക്കനുസരിച്ചാണ് ജീവിച്ചത്. നമ്മുടെ പേഴ്സണൽ ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ. നമുക്ക് വേറെ 49 അല്ലെങ്കിൽ 69 ആൾക്കാരുടെ ബുദ്ധിയും കൂടി കിട്ടുകയാണെങ്കിൽ ആലോചിക്കി. നമുക്ക് 2 ആള് 3 ആള് കൂടുമ്പോൾ തന്നെ ചില പാർട്ണർഷിപ്പ് 3 ആൾ കൂടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഗംഭീരമാകുന്നുണ്ടെങ്കിൽ നമുക്ക് 69 ആളെ തലച്ചോറ് കിട്ടുകയാണെങ്കിൽ നമ്മൾ പിടിച്ചാൽ കിട്ടും. എന്നാൽ അതിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സംഭവം ഉണ്ടാക്കുകയാണ് നമ്മൾ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 17 പേര് നമ്മൾ മലബാറിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയും അധികം തരംഗം സൃഷ്ടിച്ചെങ്കിൽ നമ്മൾ 70 പേര് ഇവിടെ പുതിയൊരു കൾച്ചർ ഉണ്ടാക്കുകയാണ്, ഒരു സംസ്കാരം ഉണ്ടാക്കുകയാണ്. അല്ലാതെ ഒരുപാട് ബിസിനസ് കൂട്ടായ്മകൾ നമുക്കുണ്ട്. ഇവിടെ ചേംബർ ഓഫ് കൊമേഴ്സ് ഒരുപാട് ബിസിനസ് കൂട്ടായ്മ ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരിക്കലും ഒരു ബിസിനസ് കൂട്ടായ്മയല്ല. നമ്മൾ പുതിയൊരു കൾച്ചർ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ പാറ്റേൺ ടീമിനോട് പറയുന്നത്, പാറ്റേൺ ടീമിൽ നമ്മളിപ്പോൾ ഡയറക്ടറി എല്ലാവരെയും അഡ്രസ്സ് കറക്റ്റ് ആക്കുന്നത്, കാരണം ഡയറക്ടറി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി അതുപോലെ ഒരു പിന്ന്, നമ്മളൊരു പിന്ന് എന്നുള്ള സാധനം നമുക്ക് തരും നെക്സ്റ്റ്. അതുപോലെ ATM കാർഡ് പോലത്തെ ഒരു കാർഡ് നമുക്ക് തരും, ഒരു ഫയല്, അതുപോലെ നമ്മൾ ഇപ്പം ബിസ്മീറ്റ് അടുത്ത് വരുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ എന്തായാലും നമ്മൾ പാറ്റേൺ അല്ലെങ്കിൽ നമ്മുടെ ഈ വന്ന ആളുകൾക്ക് നമ്മൾ തരുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും പുലികളാണ്. നമ്മളിവിടെ എന്തൊക്കെയോ ആ സാധനത്തിൽ ആൾക്കാരായതുകൊണ്ട് ഇവിടെ മുന്നിൽ വെക്കുന്നതുള്ളൂ. എല്ലാവരും പുലികളാണ് എന്ന് നമുക്ക് എല്ലാവരും പ്രൂവ് ചെയ്തവരുമാണ്. അപ്പൊ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിച്ചു നമ്മൾ സമയം കളയുന്നില്ല. ഞാൻ ഒറ്റ കാര്യം മാത്രം പറഞ്ഞുള്ളൂ. 2 മാസത്തെ ഇൻഷാല്ലാ 2 മാസത്തെ പ്രോഗ്രാം ഷെഡ്യൂൾ നമ്മൾ നേരത്തെ തരും. 99% ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല. ബൈ ചാൻസ് കുറെ വലിയ ആളുകളെ നമ്മൾ ബുക്ക് ചെയ്തതുകൊണ്ടും വരാതിരിക്കട്ടെ. അതുപോലെ നമ്മൾ അടുത്ത മാസം നോമ്പായതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ നോമ്പ് അടുത്ത് വന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു സാധനം നമ്മൾ വെച്ചത്. അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ബിസ്മീറ്റ്, നേരത്തെ പറഞ്ഞ ബിസ്മീറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അന്ന് നമുക്ക് ഈ സാധനങ്ങളൊക്കെ തരും, നമ്മൾ ഷെഡ്യൂൾ തരും. നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറക്ടറി നോക്കുന്നുണ്ട്, പിന്ന്, ATM കാർഡ് പോലത്തെ കാർഡ്, ഫയൽ, ഇതെല്ലാം നമ്മൾ ഇൻഷാല്ലാ അടുത്ത ഫ്രൈഡേ ബിസ്മീറ്റ് ഉണ്ട്. ബിസ്മീറ്റ് നോട്ടീസ് ഉണ്ട് അവിടെ എനിക്ക് എവിടെ ഒന്ന് തരും, എന്തായാലും ബിസ്മീറ്റ് ഉണ്ട്. ബിസ്മീറ്റ് എന്ന് പറഞ്ഞ സാധനം ഇതാണ്, വിജയ രഹസ്യങ്ങൾ പങ്കുവെക്കാം, തിയറി ആൻഡ് പ്രാക്ടിക്കലിന്റെ പ്രോഗ്രാം. ചില ആൾക്കാർക്ക് പങ്കെടുത്തിട്ട് തോന്നുന്നുണ്ട്. ഒന്നുമില്ല, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഫാക്കൽറ്റി, ഒരു ട്രെയിനർ സംസാരിക്കും. അതിന് മുന്നോടി ആയിക്കൊണ്ട് ജീവിതത്തിൽ വിജയിച്ച, ബിസിനസ്സിൽ വിജയിച്ച ആളുകൾ അവരുടെ എക്സ്പീരിയൻസോടെ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ആ പാറ്റേണിന്റെ ഫോം എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ആഴ്ച എനിക്ക് നമ്മളെ നമ്മളെ മഹർ ജ്വല്ലറി മുസ്തഫാക്കല്ലേ, മദർ ജ്വല്ലറി മുസ്തഫാക്കിയായിരുന്നു വന്നിരുന്നത്. ഗുണന് മുമ്പ് നമ്മൾ സൂപ്പർനോവ പാക്ക് വന്നിരുന്നു, ഇമ്പാക്ട് നോവൈസ് വന്നിരുന്നു, ഹൈലൈറ്റ് സുലൈമാൻ ഖാൻ വന്നിരുന്നു, ജിടെക് മാറൂഫ് ജി വന്നിരുന്നു. ശരിക്കും നമ്മളൊക്കെ പഠിക്കേണ്ട ഒരുപാട് സാധനങ്ങൾ അവരുന്നുണ്ട്. മാത്രമല്ല നമ്മളിതൊക്കെ കുറേ കാലം റിസ്ക് എടുത്ത് പഠിക്കുന്നൊരു ബുദ്ധിയല്ല. 70 വയസ്സ് വരെ ജീവിക്കലല്ല ബുദ്ധി. 70 വയസ്സുകാരുടെ കൂടെ 2 മണിക്കൂർ സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിച്ചിട്ട് അയാളുടെ ജീവിതം ഒപ്പിയെടുക്കാൻ പറ്റുമെങ്കിൽ അതാണല്ലോ ബുദ്ധി. വലിയൊന്നും നമ്മളിവിടെ ചെയ്യുന്ന ഒരു സിസ്റ്റവും അതാണ്. നമ്മൾ ഇത്രയും ആളുകളുടെ, ഇപ്പം നമ്മൾ 70 പേരുണ്ടെങ്കിൽ 70 പേരുടെ തലച്ചോറ് നമ്മൾ എങ്ങനെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് അതിനുള്ള സൊല്യൂഷൻ കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 99 അൾട്ടിമേറ്റ് സൊല്യൂഷൻ, ഈ പ്രൊഫഷണൽ സൊല്യൂഷൻ ബാങ്ക് എന്ന് പറയുന്നതും അതാണ്. നമ്മൾ ലോകത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കൊടുക്കുക, നമ്മളാരെ പടച്ചോളം വിചാരിക്കും.
ഒന്നുമില്ല, നമ്മൾ 1,00,000 തലച്ചോറിലൂടെ സിസ്റ്റമാറ്റിക്കലി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഐഡിയ ഫാക്ടറി CCD എന്ന് പറയുന്ന കളക്ഷൻ, കോർഡിനേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ആശയങ്ങൾ ശേഖരിക്കുക, ക്രോഡീകരിക്കുക, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുക, ഇത്രയുള്ളവർ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഐഡിയ ഫാക്ടറി പോലെ ഒരുപാട് ഫാക്ടറി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പോയാലും തൊഴിലാളികളൊന്നും ഇല്ല, ഇവിടെ പുകയുന്നുണ്ട്, പക്ഷെ തലച്ചോറാണെന്ന് മാത്രം. എന്തായാലും അത് ഗംഭീരമാക്കുന്നതാണ് അടുത്ത